വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജവസ്ന സുബർ. അപ്പോൾ ഇന്ന് ചോക്ലേറ്റ് ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചോക്ലേറ്റ് ഫില്ലിങ്ങിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സ്റ്റാൻഡ് മിക്സർ ഇല്ലാത്തവർക്ക് അല്ലാതെയും നല്ലവണ്ണം കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ ഇളം ചൂടുള്ള പാൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും പുതിയത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഫെർമെൻ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു വലിയ കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മൈദപ്പൊടിയിലേക്ക് നമുക്ക് ഈ ഒരു പാലും ഷുഗറും ഈസ്റ്റും എല്ലാം കൂടി ഇട്ടിട്ട് കുഴച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അതിലേക്ക് 3 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഡോനറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലവണ്ണം തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടുന്ന ആ ഒരു രീതിക്കായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി മാവ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീണ്ടും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അത്യാവശ്യം നല്ലവണ്ണം കുഴച്ച് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ആ ഒരു മാവ് റെഡി ആയിക്കോളും. ഇനി അത് പൊങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 1.5 മണിക്കൂറോളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്കുള്ള സോസാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഷുഗറും 2 ടീസ്പൂണ് കോൺഫ്ലോറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 25 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സോസ് ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഈ ഒരു ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു മിക്സ് നമ്മൾ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടി പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതാ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് വേണത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സായിട്ട് ഒന്ന് കുറുകി വന്നാൽ മതി. ഇപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ. ഇനി ഇത് തണുക്കുന്ന സമയത്ത് ഒന്നും കൂടി കുറുകി വന്നോളൂ. ഇനി ഈ ഒരു ചോക്ലേറ്റ് മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഡോണറ്റൊക്കെ ഉണ്ടാക്കി വരുന്ന സമയത്ത് ഈ ഒരു ക്രീമിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയിട്ട് നമുക്കതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള പാകത്തിനായിക്കോളൂ കേട്ടോ. കണ്ടില്ലേ, ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഏകദേശം 1.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു മാവൊക്കെ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. നേരത്തെക്കാട്ടും ഇരട്ടിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഞാനിവിടെ പരത്തി കൊടുത്തിട്ടാണ് കേട്ടോ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചെറിയ പീസസ് ആക്കിയിട്ടുള്ള ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം കട്ടി കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു കട്ടർ വെച്ചിട്ടാണ് കേട്ടോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ കട്ടറാണ്. ഇതിൻ്റെ കുറച്ചും കൂടി വലുത് ഈ ഒരു കട്ടർ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പം ആവശ്യമുണ്ടെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള രീതിക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ഡോ ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം 15 മിനിറ്റോളം വീണ്ടും ഒന്നും കൂടി ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഡോനറ്റ് സാധാ നമ്മൾ ആ ഒരു നടുവിൽ ചെറിയൊരു ഹോളൊക്കെ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അത് നമ്മൾ അതിൻ്റെ പുറത്താണ് ചോക്ലേറ്റ് കോട്ടിംഗ് ഒക്കെ കൊടുക്കുന്നത്. ഇത് ഉള്ളിൽ ഫില്ലിങ് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ആ നടുവിലുള്ള ആ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ട്രേയിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി കിട്ടും കേട്ടോ.
അപ്പോൾ ദാ ഞാൻ ഓയിലൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മളെ ഫില്ലിങ് പൈപ്പിംഗ് കവറിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ പൊങ്ങാൻ വേണ്ടി വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പിൽ കുറച്ച് വ്യത്യാസം വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ബട്ടർ പേപ്പർ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഓരോ ഡോണറ്റും പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഷീറ്റോടെ തന്നെ ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഷേപ്പിലൊന്നും വ്യത്യാസം വരില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഡോണറ്റൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഡോണറ്റിലൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഫില്ലിങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഓരോ ഡോണറ്റിനും ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഫില്ലിങ് നമുക്കിതിലൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഞ്ചസാര ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതോടെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വലിയ തരിയുള്ള പഞ്ചസാരയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഓരോന്നിലും നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചോക്ലേറ്റ് ഫില്ലിങ്ങോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. ഈ ഡോനറ്റ് ഷുഗർ പൗഡറിൽ കോട്ട് ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അവർ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഷുഗർ പൗഡറിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ എല്ലാത്തിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് എന്നുള്ളത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇതാ അതിൻ്റെ അകത്തുള്ള ആ ഒരു ഫില്ലിങ്ങും ഈ ഒരു ഡോനട്ടെല്ലാം കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ഡോനറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോനറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഡോനറ്റിനുള്ള മാവ് കുഴക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ഈസ്റ്റ് ഉണ്ടല്ലോ, അത് പുതിയ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലവണ്ണം തന്നെ കുഴച്ചെടുക്കണം. അത് ലൂസാണെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് വീണ്ടും മൈദപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ കുഴച്ച് വരുന്ന സമയത്ത് അത് റെഡി ആയിക്കോളും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.